ആനന്ദ ഭാഗ്യം കൊണ്ടാണ് ജീവിതത്തിൽ വിജയിച്ചതെന്ന് നീ കരുതിയാൽ അത് നിന്റെ വിവരക്കേടാ. ജാതകത്തെ കയ്യിലെടുത്ത് 10 ജ്യോത്സ്യരെ കാണാൻ പോകുന്നവൻ വെറും ശുദ്ധനാ. ഭാഗ്യം സംഭവിക്കുമെന്ന് കരുതി അതിനുവേണ്ടി കാത്തിരിക്കുന്നവൻ വെറും വിഡ്ഢിയാ. കൂടെയുള്ളവൻ നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്നവൻ ഏറ്റവും വലിയ ദുഷ്ടനാ. നീ ഏത് കാറ്റഗറിയാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. ആനന്ദ, ഇപ്പൊ എന്തോ മിസ്സായെന്ന് വിചാരിച്ച് കൂടുതൽ ആനന്ദിക്കാതെ. ഞാനൊന്ന് വിചാരിച്ചാൽ രാജ്കോട്ടി സിൽക്സിന്റെ എൻട്രൻസിലുള്ള ഗേറ്റിലെ അതിന്റെ താഴ് പോലും നിന്നെ കൊണ്ട് തകർക്കാനാവില്ല. നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തയച്ചിട്ടുണ്ട്, വാങ്ങിക്കോ. സാറേ, ആനന്ദ ഭൈരവി മാഡം സാറിന് തരാൻ വേണ്ടി പറഞ്ഞത്. ഇങ്ങ് തന്നേക്ക്. പോകട്ടെ സാർ. നീ പോയിട്ട് വാ. പേടിക്കൊന്നും വേണ്ട, അതില് ഞാൻ ബോംബൊന്നും വെച്ചല്ല കൊടുത്തയച്ചിരിക്കുന്നത്. ഇത് തുണിയാണ് സാറേ, അടിപൊളി തുണിയാ. നീ എന്റെ ഷോപ്പങ്ങ് നശിപ്പിക്കണോന്ന് വിചാരിച്ചാലും അതെനിക്ക് നല്ലതായിട്ടാ സംഭവിച്ചത്. കാർത്തിക മാസത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞ ഷോപ്പില് വ്യത്യസ്തമായി ദീപങ്ങൾ തെളിയിച്ചതുകൊണ്ട് എന്നും വരുന്ന കസ്റ്റമറെക്കാളും ഒരുപാട് പേരാ ഷോപ്പിങ്ങിന് വന്നിരിക്കുന്നത്. നിന്റെ പ്രവൃത്തി കാരണം ഞങ്ങളുടെ സെയിൽസ് അന്ന് അധികമായതുകൊണ്ട് 2 പേർക്കും ഗിഫ്റ്റായിട്ട് കുറച്ച് തുണികൾ അയച്ചു തന്നതാ. എപ്പോഴും നിങ്ങളുടെ കണ്ണിൽ കാണുന്ന വിധം അത് സൂക്ഷിച്ചു വെച്ചോ. അത് നീ കാണുമ്പോഴല്ല നീ ചെയ്തു കൂട്ടിയ തെറ്റുകളൊക്കെ നിനക്ക് ഓർമ്മ വരും. ഈ ആനന്ദ ഭൈരവിയുടെ തൻ്റെ ഇടം നിനക്ക് ഓർമ്മ വരും. ആനന്ദ ഭൈരവി നാട്ടിലില്ലെന്ന് വിചാരിച്ച് രാജ്കോട്ടി സിൽക്സിന് ഒരു പണി കൊടുക്കാന്ന് വിചാരിച്ചു കാണും. എന്തിനാമ്മ ഇത്രയും വലിയ തെറ്റുകളൊക്കെ ചെയ്തിട്ട് പോലീസിൽ പിടിച്ചു കൊടുക്കാതെ എന്തിനവരെ വെറുതെ വിടുന്നേ? നീലകണ്ഠനെ ഇപ്പൊ പോലീസ് പിടിച്ചാ ഒരുപക്ഷെ നമ്മുടെ ദേഷ്യം അങ്ങ് മാറുമായിരിക്കും. പക്ഷെ അവന്റെ ഭാര്യയും മക്കളും വിഷമിക്കുന്ന കാണണ്ടേ? അവൻ ഇനിയെങ്കിലും തന്റെ തെറ്റുതിരുത്തി മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കാര്യങ്ങളും ആ ഭഗവാൻ നോക്കിക്കോളും. ചെരുപ്പ് കൊണ്ട് അടി കിട്ടാതെ തന്നെ നമ്മുടെ 2 കവളും നീര് വെച്ചല്ലോ സാറേ. ഇനി ആ ആനന്ദത്തെ ഉണ്ടല്ലോ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്താതിരിക്കടാ. വിജയത്തിന്റെ മേൽ വിജയം അവൾക്ക് കിട്ടിയത് കൊണ്ട് തലക്കനത്തിന്റെ അഹങ്കാരം കൊണ്ട് സംസാരിക്കുക. ഈ പ്ലാൻ വേണമെങ്കിൽ തോറ്റുപോയിട്ടുണ്ടാകാം, പക്ഷെ അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്ന പ്ലാൻ ആ ആനന്ദ ഭൈരവിക്ക് മാത്രമല്ല, സാക്ഷാൽ പരമശിവന് പോലും തടുക്കാൻ കഴിയില്ല. ഞാൻ സംസാരിക്കുന്ന വിഷയം ശ്രദ്ധിച്ച് കേൾക്ക്. ഇനി അടിക്കാൻ പോകുന്ന അടിക്ക് ആകാശം മുട്ടുവോളം ഉയർന്നു നിൽക്കുന്ന രാജ്കോട്ടി സിൽക്സിന്റെ പേര് തകർന്നടിഞ്ഞ് പാതാളത്തിലേക്ക് വീഴും. ആനന്ദ ഭൈരവിയുടെ തലക്കനം അതേ പാതാളത്തിലേക്ക് തന്നെ വീഴും.
ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹായ് ബേബി. ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ നിനക്ക്? ഹലോ ശ്യാം. എനിക്ക് നന്നായിട്ട് കേൾക്കുന്നുണ്ട്. മിണ്ടാതിരിക്കേ. ഞാൻ ഇന്നലെ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാഞ്ഞേ? അത് പിന്നെ ഇന്നലെ ഞങ്ങൾ എല്ലാവരും ഫാമിലി ആയിട്ട് ശ്രീശൈലം വരെ ഒന്ന് പോയിരുന്നു. പോയിന്ന് വെച്ച് ശ്രീശൈലത്തിൽ എന്താ ഫോൺ ബാൻ ചെയ്തിരുന്നോ? അങ്ങനെയൊന്നും ഇല്ല എൻ്റെ പെണ്ണെ. അടുത്ത അമ്മയെല്ലാം ഉണ്ടായിരുന്നു, അതുകൊണ്ടാ. അപ്പോ അമ്മ അടുത്തുണ്ടെങ്കിൽ നിനക്ക് എന്നെ ആവശ്യമില്ല, അങ്ങനല്ലേ? അങ്ങനെ. ഞാനൊരു പൊട്ടിയെ പോലെ ഇന്നലെ മുഴുവൻ നിന്നെ ഫോൺ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഫോൺ എടുക്കാതിരുന്നപ്പോ ഞാൻ എത്ര ടെൻഷൻ അടിച്ചെന്നറിയോ? നീ ആണെങ്കിലോ ഫാമിലിയുടെ കൂടെ എൻജോയ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. സോറി ബേബി, സത്യമായിട്ട് ഞാൻ നിന്നെ ഹേർട്ട് ചെയ്തു. ഐ ആം എക്സ്ട്രീംലി സോറി. പ്ലീസ്, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല, പ്രോമിസ്. പ്ലീസ്, ഈ ഒരു പ്രാവശ്യം നീ എന്നോടൊന്ന് ക്ഷമിക്കേ. വാവ്, നീ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ നിന്നെ കാണാൻ എന്ത് രസാന്നറിയോ? വീഡിയോ കോൾ ആയതുകൊണ്ട് നിനക്ക് അങ്ങനെയൊക്കെ തോന്നും. ഞാൻ നിന്റെ അടുത്തെങ്ങാനും ആയിരുന്നെങ്കിൽ എന്റെ തനി സ്വഭാവം നീ അറിഞ്ഞാനെ. ഓക്കെ, ലീവ് ഇറ്റ്. അപ്പൊ നീ ഇന്നലെ ജിമ്മിന് പോയില്ല അല്ലേ? അങ്ങനെ ഒരു കാര്യമുണ്ടല്ലേ? അത് പിന്നെ ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്റെ ഫോൺ എടുക്കില്ല, ഞാൻ പറഞ്ഞ പോലെ ജിമ്മിൽ പോവില്ല. ഇതിൽ എനിക്കുള്ള സിൻസിയറിറ്റി ഒന്നും നിനക്ക് കാണുന്നില്ല. ലൈഫിൽ നമുക്ക് രണ്ടുപേർക്കുള്ള ലക്ഷ്യത്തിന് വേണ്ടി നീ ഒരു എഫേർട്ട് ഇടുന്നില്ല എന്നുള്ളതാ. ഇല്ല, അത് തന്നെയാ ഞാനും പറയുന്നേ. ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞേ. നമ്മൾ കണ്ട ലക്ഷ്യത്തിന് ഞാൻ റെസ്പെക്ട് കൊടുക്കില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? പിന്നല്ലാതെ, നമ്മൾ രണ്ടുപേരും ഫാഷൻ ഡിസൈനേഴ്സ് ആയിട്ട് വലിയ ഉയർച്ചയിലെത്തണം. പിന്നെ ഒരു ടോപ്പ് ഇവന്റില് നമ്മൾ രണ്ടുപേരും ഡിസൈൻ ചെയ്ത ഡ്രസ്സുകൾ ഇട്ടിട്ട് നമ്മൾ രണ്ടുപേരും ചേർന്ന് ആ കോമ്പറ്റീഷനിൽ റാംബാക്ക് ചെയ്യണം. വിരാട് കോഹ്ലിയും അനുഷ്കയും ചേർന്ന് വിരുഷ്ക എന്ന പേരിട്ടതുപോലെ നമ്മൾ രണ്ടുപേരും ചേർന്ന് മീര ദർശൻ എന്ന് പറയണം. അത് തന്നെയല്ലേ? ഞാൻ പറഞ്ഞത് ശരി തന്നെയല്ലേ? അതുകൊണ്ടാ ഞാൻ ഇപ്പോഴും കോള് കട്ട് ചെയ്യാത്തത്. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇപ്പൊ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് നിന്റെ മുൻപിൽ വന്ന് ഇറങ്ങിയേനെ. നിന്റെ കഴുത്ത് നേരിച്ചു ഞാൻ. ഇനി ഞാൻ വിളിക്കുന്ന സമയത്തെങ്ങാനും ഫോൺ എടുത്തില്ലെങ്കിലോ ജിമ്മിന് പോയില്ലെങ്കിലോ അവിടെ വന്ന് നിന്നെ ഞാൻ കൊല്ലും. ലവ് യു. ഐ ലവ് യു. ശരി, ഞാനൊരു ഡയറ്റ് പ്ലാൻ ഇപ്പൊ തന്നെ അയച്ചിടാം. നീ അത് മിസ് ചെയ്യാതെ ഫോളോ ചെയ്തേക്കണേ. ഓക്കെ, ഓക്കെ, ബൈ. ബൈ.
మధురమైన జీవరాగం నవ్యమైన నిత్యతాళం నిఖిల జగతి మూలం. എല്ലാവർക്കും നീ എല്ലാം നല്ലതും ചെയ്യുന്നുണ്ടല്ലോ ആനന്ദ. ഭഗവാനെ എന്റെ കൈകൊണ്ട് എന്തെങ്കിലും കൊടുക്കാനൊന്ന് അനുവദിക്കേ. ഇതൊന്ന് നിവേദിച്ചോളൂ. വല്യേട്ടാ, ഇതാ മധുരയില്ലാത്ത കോഫി. നിന്റെ ചേച്ചി അറിയാതെ കുറച്ച് മധുരം ഇട്ടിട്ട് കൊണ്ടുവരായിരുന്നില്ലേ? അതെ, ഇത് ചായ. താങ്ക് യു. ദർശൻ, നിനക്കിതാ ബൂസ്റ്റ്. ഗുഡ് മോർണിംഗ് അച്ഛാ. ഗുഡ് മോർണിംഗ്. കോഫി എടുത്തോളൂ. അമ്മ എവിടെ? ചെടിക്ക് വെള്ളം ഒഴിക്കാൻ തോന്നുന്നു. അതെയോ? അമ്മേ, അമ്മേ, അമ്മ. എന്താ മോളെ? അമ്മേ, കോഫി. ഞാൻ താഴേക്ക് വരാം മോളെ. ആ. അല്ല, അതെ, നിങ്ങളുടെ മൂത്ത മോള് ഇതുവരെ എണീറ്റില്ലേ? നീ ഇതെന്താ വെറുതെ പറയണോ അതോ അഭിനയിക്കുകയാണോ? ഏർലി മോർണിംഗ് 8 മണിക്കല്ലാതെ നീ അവളെ കണ്ണു മിഴിച്ച് കണ്ടിട്ടുണ്ടോടി? ദിവസം ചെല്ലുന്തോറും അവളുടെ കുറുമ്പ് കൂടി കൂടി വരിക. നിക്ക്, ഞാനൊന്ന് നോക്കട്ടെ. അമ്മേ, 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 അമ്മേ. രാത്രി ഉറങ്ങാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ടാവും അമ്മേ. എന്ത് ലേറ്റ് ആയിന്നാ നീ പറയുന്നേ? ഇന്ന് ഞാൻ അവളെ അമ്മേ, 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 വേണ്ട അമ്മേ, ഉറങ്ങിക്കോട്ടെ അമ്മേ. ചേച്ചി ഇപ്പൊ വിളിക്കണ്ട. അനന്യ, 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 എഴുന്നേൽക്ക്. എടി പെണ്ണെ, നിന്നെ വിളിക്കുന്നേ, എണീക്കേ. സമയം എത്രയെന്ന് അറിയോ നിനക്ക്? എങ്ങനെയാ നിനക്ക് ഇതിനെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നേ? നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നേ? നീ എന്തിനാടി പെണ്ണെ കിണിക്കണേ? അമ്മേ, ചേച്ചി ഇങ്ങനെയൊന്നും വിളിച്ച് എഴുന്നേക്കില്ല. അതിനൊരു ട്രിക്കുണ്ട്. അനന്യ മോളെ, നീ എഴുന്നേറ്റ് ലക്ഷം രൂപയുടെ സാരിയൊക്കെ ഉടുത്ത് നമ്മുടെ കോടികൾ വിലയുള്ള കാറിൽ ഷോപ്പിങ്ങിന് പോയി ഡയമണ്ട് നെക്ലേസ് വാങ്ങിയിട്ട് വരാന്നിരുന്നതല്ലേ? അതെ അതെ, ഇപ്പൊ തന്നെ പോയാലോ? ഞാൻ ഇപ്പൊ തന്നെ റെഡിയാവും. അല്ലടി പെണ്ണേ, എന്താടി നിനക്ക് ലക്ഷം കോടി എന്നൊക്കെ കേട്ടാലേ കിടക്കപ്പായെന്ന് എണീക്കാൻ പറ്റുള്ളൂ? അവളുടെ ഡ്രീംസ് അങ്ങനെയുള്ളതാ. നീയൊക്കെ ഒരു പെൺകുട്ടിയാണോടി? ഓ, രാവിലെ തുടങ്ങി. നിന്നെക്കാളും താഴെയല്ലേ ഇവള്. ഇവളെ കണ്ടെങ്കിലും നിനക്കൊന്ന് പഠിച്ചൂടെ? അവള് ചുരിദാറിട്ട് നിൽക്കുന്നു, ഞാൻ നൈറ്റ് ഡ്രസ് ഇട്ടിരിക്കുന്നു. മൂത്തവളായ നിനക്കല്ലേ ഇത്തിരി ഉത്തരവാദിത്തം വേണ്ടത്? എന്താ അമ്മ രാവിലെ തന്നെ ഇങ്ങനെയൊക്കെ ഉത്തരവാദിത്തം കൊണ്ട് വന്നേക്കുന്നേ? അച്ഛന്റെ വരുമാനം മുഴുവൻ റെന്റിന് മാറ്റിവെച്ച് കഴിഞ്ഞ പിന്നെ അപ്പൊ മെയിൻ്റനൻസിനെ പറ്റിയാണ് ആലോചിക്കേണ്ടത്. അച്ഛൻ പാല് വാങ്ങിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ പഞ്ചസാരയെ കുറിച്ച് ഞാൻ ആലോചിക്കണം. സമ്പാദിച്ചു കൊണ്ടുവരുന്ന അച്ഛനുണ്ട്, എൻജോയ് ചെയ്യാനുള്ള വയസ്സുണ്ട്. കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ആവശ്യം എന്താ? അത് പോയിന്റ്. അതാണ് ശരി. മതി മതി, നിർത്ത്. നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാ ഇവളെ എങ്ങനെ വഷളാക്കുന്നേ?
എന്തെങ്കിലും ഒരു ജോലിക്ക് പോയി ഈ വീട് നോക്കാനൊന്നും നിന്നോട് പറയുന്നില്ല. കല്യാണപ്രായമായ പെണ്ണായതുകൊണ്ട് രാവിലെ നേരത്തെ എണീറ്റ് വീട്ടുജോലിയും അടുക്കളപ്പണിയൊക്കെ ചെയ്ത് പഠിച്ചില്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് പോയാൽ നിന്റെ കെട്ടിയോനെ എന്തുണ്ടാക്കി കൊടുക്കാനാ? ഓൺലൈനിൽ ഓർഡർ ചെയ്തോളാം. നിന്റെ ഈ തർക്കുത്തരത്തിനുള്ളതൊക്കെ അമ്മായിയമ്മ തന്നോളും. മോളെ എങ്ങനെയാണോ വളർത്തുക എന്ന് ചോദിച്ചേ ഞങ്ങളുടെ മുഖത്ത് നോക്കി അവർ ഓരോന്ന് ചോദിക്കും. അമ്മയ്ക്ക് അങ്ങനെ യാതൊരുവിധ പേടിയും വേണ്ട. ഞാൻ കാരണം കൊണ്ട് ഒരിക്കലും അമ്മയ്ക്കോ അച്ഛനോ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. അതെന്താന്ന് വെച്ചാ ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഒരു ന്യൂക്ലിയർ കുടുംബം തന്നെ ആവണം. ന്യൂക്ലിയർ കുടുംബം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ? ഇപ്പോഴൊക്കെ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന കൺസെപ്റ്റ് അത്. നല്ല കാശുണ്ടാവണം, ഭാര്യയും ഭർത്താവും മാത്രം ഇരിക്കണം. അവിടെയും കുടുംബക്കാരുണ്ടാവാൻ പാടില്ല, ഇവിടെയും കുടുംബക്കാരുണ്ടാവാൻ പാടില്ല, അവര് മാത്രം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ എന്താ ഉണ്ടാവാന്നറിയോ? മരത്തിൽ ഒറ്റയ്ക്കിരിക്കുന്ന കിളിയെ പോലെ ആവും നീ. അത് അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം, ഭക്ഷണം റെഡിയാക്കാം. ഇതെന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത്? ഇവള് പറയുന്നത് കേട്ടിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവളുടെ ഈ തരത്തിലുള്ള പോക്ക് കാണുമ്പോ എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട്. ഗീതേ, അനന്യയുടെ വിഷയത്തില് ഞാൻ പറയേണ്ട കാര്യവും നീ മനസ്സിൽ വെക്കേണ്ടതും ഒരു കാര്യം തന്നെയാ. അതെന്താ അത്? കണ്ടില്ല എന്ന് നടിക്കുന്നതാണ് നല്ലത്, കേട്ടില്ല എന്ന് നടിക്കുന്നതാണ് നല്ലത് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അത് ഫോളോ ചെയ്താൽ മതി. മോളെ ശരണ്യ, എന്റെ ഡ്രസ്സ് എടുത്ത് വെച്ചോടി. എവിടെ ഇരിക്കുന്നേ? ആ, ഞാൻ നോക്കിക്കോളാം. ആ. ഇതിന് വേണ്ട എല്ലാ ചട്നി ഇവിടെ ഉള്ളപ്പോ മാഡം എന്തിനാ എല്ലാ ദിവസവും ഈ മുളക് ചട്നി അരയ്ക്കുന്നത്? എന്താ ഞാൻ അരക്കണ്ടേ? അയ്യോ, അങ്ങനെ പറഞ്ഞല്ല മാഡം. മാഡം ഉണ്ടാക്കുന്ന മുളക് ചമ്മന്തി നല്ല ടേസ്റ്റാ. പിന്നെ എന്താ നീ അങ്ങനെ പറഞ്ഞേ? അത് പിന്നെ മാഡത്തിന്റെ PA ആവുമ്പോ ഇങ്ങനെ വെറുതെ നിന്ന് മാഡം ജോലി ചെയ്യുന്നത് കാണുമ്പോ ഒന്നും മിണ്ടാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അതാ. നീ എന്റെ PA ആയിട്ട് കരുതുന്നത്. നിന്റെ കണ്ണിൽ ഞാൻ എപ്പോഴും ഒരു ബോസായിട്ട് തന്നെ ആയിരിക്കും. നേരെ മറിച്ച് നീ ഈ വീട്ടിലെ ഒരു അംഗമാണെന്ന് നിനക്ക് തോന്നിയാൽ അപ്പൊ നിനക്ക് എന്നെ ഒരു അമ്മയായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ നിനക്ക് ഫീൽ ചെയ്താൽ നീ തന്നെ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, മുളക് ചട്നി എപ്പോ എനിക്ക് അരച്ചു തരും എൻ്റെ അമ്മയെന്ന്.